എല്ലാവർക്കും നമസ്കാരം. അസർബൈജാൻ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്കു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അസർബൈജാൻ്റെ നോർത്ത് സൈഡിലുള്ള ഗബാല എന്ന സിറ്റിയിലേക്കാണ് ഇന്നത്തെ യാത്ര. ഏകദേശം 5 to 6 hours എടുക്കുന്ന ഒരു യാത്രയാണ്. ബസ്സിലാണ് ഞങ്ങളെല്ലാവരും ട്രാവൽ ചെയ്യുന്നത്. നമ്മുടെ ഗൈഡും കൂടെ തന്നെയുണ്ട്. പോകുന്ന വഴി ഗൈഡ് ബാക്കു സിറ്റിയെക്കുറിച്ചും അസർബൈജാനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. One part of is Russia and one part of is Europe, and also Baku is the capital city of Azerbaijan. ബാക്കു സിറ്റിയുടെ മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ആയിട്ടാണ് നമ്മൾ യാത്ര ചെയ്തത്. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. ബിക്കോസ് നമ്മൾ രാവിലെ പുറപ്പെട്ടതാണല്ലോ മസ്കറ്റിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 6 മണിയോളമായി. ഇടയ്ക്ക് ചായയും കോഫിയൊക്കെ കുടിക്കാൻ നിർത്തിയിരുന്നു. കൂടാതെ കറൻസി എക്സ്ചേഞ്ച്, സിം എടുക്കേണ്ടവരൊക്കെ എടുത്തിരുന്നു. ഞാനൊരു സിം എടുത്തിരുന്നു. സിമ്മൊക്കെ നല്ല ചാർജാണ് അസർബൈജാനിൽ. ബാക്കുവിലൊരു അതിമനോഹരമായ ഒരു പള്ളിയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു സിറ്റിയാണ് ബാക്കു. അസർബൈജാൻ്റെ ക്യാപിറ്റലാണ്. ബാക്കു സിറ്റിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് വരുന്നതാണ്. അസർബൈജാൻ യാത്രയുടെ ഒരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ ആണ്. അത് കാണാത്തവരെല്ലാവരും കാണാൻ ശ്രമിക്കണേ. പത്തരയോടുകൂടി ഞങ്ങൾ ഗബാലയിലെത്തി. എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. കിട്ടിയതാട്ടെ ഒരു മലയാളിയുടെ റെസ്റ്റോറൻറ്റ്, മലബാർ. ഫുഡൊക്കെ ഒരു ആവറേജാണ്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. ഗബാല ഗാർഡൻ ഹോട്ടൽ, 4 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെയാണ് 2 ദിവസം ഞങ്ങൾ താമസിക്കുന്നത്. ഹോട്ടൽ ചെക്കിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വന്നു. നല്ല ടയേർഡായിരുന്നു. ലോങ് ജേണി ആയിരുന്നല്ലോ. റൂമൊക്കെ അടിപൊളി റൂമായിരുന്നു. നല്ല സ്പേഷ്യസ് ആയ റൂമാണ്. പുറത്തേക്കുള്ള കാഴ്ചയാണ്. രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. നമുക്ക് രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ഇതാണ് വിൻഡോയിൽ കൂടിയുള്ള കാഴ്ച. നല്ല ബ്യൂട്ടിഫുള്ളായ കാഴ്ചയാണ്. നല്ല തണുപ്പായിരുന്നു. രാത്രി നല്ല തണുപ്പായിരുന്നു. ഒരു 10 ഡിഗ്രി താഴെയായിരുന്നു. രാവിലെയും നല്ല തണുപ്പുണ്ട്. പെട്ടെന്ന് തന്നെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. കുറേ ട്രൈ ചെയ്തു. എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് അല്ല, അത്രയല്ലേ കഴിക്കാൻ പറ്റും. ഓംലേറ്റ് എല്ലാം ആക്കുന്ന ലൈവ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അതിൽ മിക്സ് ചെയ്യേണ്ടത് അതൊക്കെ എടുത്ത് അവർ മിക്സ് ചെയ്ത് ഓംലേറ്റ് അടിച്ചു തരും. അത് നല്ല വെറൈറ്റി ആയിരുന്നു. കൂടാതെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അത് ഷുഗറിലൊക്കെ ഇട്ട് വെച്ചതും വെറൈറ്റി സാധനങ്ങൾ. ഫ്രൂട്ട്സ് ആയാലും ബ്രെഡ് ഐറ്റം, സലാഡ്സ്, കേക്ക്, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു. എല്ലാം ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് ട്രൈ ചെയ്തുള്ളൂ. നാളെയും കൂടി ഉണ്ടല്ലോ, അപ്പം നാളെയും കുറച്ച് ട്രൈ ചെയ്യാം. The birds have just begun. We will always take a stand for the people, for the land. Let's go back to when we were. ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുന്നതിൻ്റെ പുറത്തായിട്ട് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. നല്ലൊരു ഗാർഡൻ.
നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു പൂ കണ്ടോ, ഫ്ലവർ. ഞാൻ ആദ്യം വിചാരിച്ചത് പ്ലാസ്റ്റിക് ആണെന്ന്, അടുത്ത് പോയപ്പോഴാണ് അറിഞ്ഞത് അത് ഒറിജിനൽ പൂവാണെന്ന്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോസിന് പറ്റിയ ഫ്രെയിമൊക്കെയാണ് അവിടെ. പിന്നീട് ഹോട്ടലിൻ്റെ പുറത്ത് വന്നു. നല്ല അടിപൊളി വ്യൂ ആണ്. വിൻ്ററിലാണെങ്കിൽ ആ മലയൊക്കെ മുഴുവൻ മഞ്ഞായിരിക്കും. സ്നോഫോൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇപ്പോൾ സ്നോഫോൾ ഇല്ല, കുറവാണ്. എനിക്ക് തോന്നുന്നു ഗബാല ഹിൽ സ്റ്റേഷനിൽ പോയാൽ ഉണ്ട്. അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം. രാവിലെ 9:30 ഞങ്ങൾ പിക്ക് ചെയ്യാനുള്ള ബസ് എത്തി. ഇന്നത്തെ യാത്ര ടുഫാൻഡാക് മൗണ്ടൻ കാണാനാണ്. നല്ല തണുപ്പുള്ള പ്രദേശമാണെന്നാണ് പറഞ്ഞത്. ടുഫാൻഡാക്, അതാണ് അതിൻ്റെ പേര്. സീ ലെവലിൽ നിന്നും 4200 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അസർബൈജാനിലെ 3ാമത്തെ ഹയസ്റ്റ് മൗണ്ടനാണ്. അങ്ങനെ വി റീച്ച്ഡ് ടുഫാൻഡാക് മൗണ്ടൻ റിസോർട്ട് ഹോട്ടൽ. ഇവിടെ താഴെ ഇതാണ് റിസോർട്ട് ഹോട്ടലാണ്. അതുവഴിയാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ റോപ്പ് വേയിലാണ് നമ്മൾ ഈ മൗണ്ടൻ്റെ ഏറ്റവും മുകളിൽ എത്തുന്നത്. അത് 2 പാർട്ടായിട്ടാണ് ആ റോപ്പ് വേ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ ഞങ്ങൾ കയറി, അവിടെ സെക്കൻഡ് ഫേസിൽ ഇറങ്ങി, വീണ്ടും അവിടുന്ന് കയറി, അങ്ങനെയാണ് ഏറ്റവും മുകളിൽ പോകുന്നത്. കുറച്ചായിട്ട് സ്നോ ഒക്കെ ഉണ്ട്. എൻട്രി ഫീസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ മുകളിലോട്ട് പോകാൻ റോപ്പ് വേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. റോപ്പ് വേ വന്നു. അതിൽ ആദ്യത്തെ ടീം കയറാൻ പോവുകയാണ്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ സ്റ്റാറുകളായ നീന ചേച്ചി, ഉത്തമൻ ചേട്ടൻ, ഗോപൻ ചേട്ടൻ, അനു, താജുദ്ദീൻ സാർ, പിന്നെ നമ്മുടെ ഋഷി, ഇവരൊക്കെയാണ് ആദ്യത്തെ ഇത് ബാച്ചിൽ പോയത്. 2ാമത്തെ റോപ്പ് വേയിലാണ് ഞാൻ കയറിയത്. റോപ്പ് വേയുടെ ഡോർ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് അപ്പം തന്നെ ക്ലോസ് ആവും. അപ്പോൾ ചെറിയ ടൈമേ ഉള്ളൂ. അതിൽ തന്നെ നമ്മൾ കയറണം. അങ്ങനെ റോപ്പ് വേയിൽ കയറി. നമ്മൾ 5 പേരാണുള്ളത്. നമ്മളെ ഗ്രൂപ്പിലെ വേറെ സ്റ്റാറുകളായ രവിശങ്കർ, തുഷാര, അവരുടെ മകൻ അവനീഷ്, പിന്നെ അശോകേട്ടൻ, പിന്നെ ഞാൻ, നമ്മളാണ് ഇതിൽ യാത്ര ചെയ്യുന്നത്. പിന്നെ കൂടാതെ നമ്മുടെ കൂടെ തന്നെ ദീപു ഉണ്ട്, സുസ്മി ഉണ്ട്, അവരുടെ 2 കുട്ടികളുണ്ട്. അവരൊക്കെ ഇതിൻ്റെ പിറകെ വരുന്നതാണ്. കൂടാതെ 2 നോർത്ത് ഇന്ത്യൻ ഫാമിലിയും കൂടി നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. 2 പേരും ഗുജറാത്തിൽ നിന്നുള്ളവരാണ്. ഗൗരാംഗും കുശാലിയും, പിന്നെ ഓമും ഹിരാലും, പിന്നെ അവരുടെ കുട്ടികളും.
We will always take a stand for the people, for the land. Let's go back to when we were young. For the animals we stand. Let's go back to when trees were so കേബിൾ കാർ പോകുന്ന വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായ വഴിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. Savannah. I'm coming home, Savannah. ഇവിടെ ഇറങ്ങിയിട്ട് അടുത്ത കേബിൾ കാറിൽ നമ്മൾ കയറണം. നമ്മുടെ മീന ചേച്ചിയും ടീമൊക്കെ അതിലുണ്ട്. ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ഒന്നും ഉണ്ട്, പക്ഷെ അതിലൊന്നും ആരും കയറുന്നില്ല. എന്താണെന്ന് അറിയില്ല, എല്ലാം ക്ലോസ്ഡ് ആണ് യൂസ് ചെയ്യുന്നത്. ആണ് ഞങ്ങൾ കയറി. ഗ്രൂപ്പിൽ മറ്റുള്ളവരിലൊക്കെ പുറത്തുണ്ട്. ഇതാണ് തുഷാര, രവിശങ്കർ, പിന്നെ നമ്മുടെ അശോകേട്ടനും. I'm coming home, Savannah. We'll never be alone, Savannah. When I hear my name, grasping into life. Life is happy, but it's so insane. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്താറായി. ചില ഭാഗങ്ങളിലൊക്കെ മഞ്ഞുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് ഏറ്റവും ഹൈറ്റിൽ. അങ്ങനെ ടോപ്പിലെത്തി. ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നല്ല തണുത്ത കാറ്റും മുഴുവനായിട്ട് ഐസും, നല്ല ഭംഗി. അങ്ങ് ദൂരെ മലേൻ്റെ മുകളിലൊക്കെ ഐസാണ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, പലരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ മലമുകളിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എ ഷോർട്ട് ബ്രേക്ക്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ. Savannah, I'm coming home, Savannah. We'll never be alone, Savannah. The beauty of the world, Savannah. Let's all take a ride, Savannah.